എത്ര എത്ര വന്നാലും ഈ ജാസ്മിൻ പഠിക്കില്ല. ഇപ്പോൾ എന്തായാലും ഗബ്രി മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് നിന്നോട് ഒരു റിലേഷൻഷിപ്പിന് പോലും താല്പര്യമില്ലെന്ന്. അല്ലേ? ഇനിയെങ്കിലും ഈ ജാസ്മിനെ ഒന്ന് മാറ്റി പിടിച്ചൂടെ? ഇത്രയൊക്കെ കേട്ടിട്ട് നമ്മുടെ റെസ്പിൻ്റെ അടുത്ത് വന്നിരുന്ന് പൊട്ടിക്കരയുന്നു റെസ്പിനെ കെട്ടിപ്പിടിച്ച്. അപ്പോൾ റെസ്പിൻ പറയുന്നത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കി ഗെയിം കളിക്ക്. ഇനി നീ അവൻ്റെ അടുത്തേക്ക് പോയാൽ ഞാനിപ്പോൾ ഈ പിടിച്ചിരിക്കുന്ന കൈ പോലും നിനക്ക് കാണത്തില്ല എന്ന രീതിയിൽ നമ്മുടെ റെസ്പിൻ പറയുന്നു കേട്ടോ. അപ്പോഴും വീണ്ടും ജാസ്മിൻ പറയുന്നത് ഞാൻ പോകും, അവനെ ഹഗ് ചെയ്യും, അവൻ്റെ കൂടെ ഇരിക്കും, ഒക്കെ ചെയ്യും, പക്ഷേ എൻ്റെ കണ്ണിൽ ഒരിക്കലും ഇനി അവനോടുള്ള ആ സ്നേഹം കാണത്തില്ലെന്ന്. എന്തത്തിന്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ എന്ത് ഗെയിമാണ്. സ്വന്തം ലൈഫ് വെച്ചാണ് ജാസ്മിൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗെയിം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ജാസ്മിൻ്റെ കൂടെ ആരുണ്ടാകും? സ്വന്തം വീട്ടുകാർ പോലും ഇക്കണക്കിന് കൂടെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാര്യം അതുപോലെയാണ് ജാസ്മിൻ്റെ ഗെയിം പോകുന്നത്. എത്രയൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും മനസ്സിലാവുന്നില്ല. ജാസ്മിൻ ഗബ്രിയോട് ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ജാസ്മിൻ കരുതിയത് ഒന്നീ പുറത്തിറങ്ങിയിട്ട് പറയാം എന്നായിരിക്കും, അല്ലെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും അവരോട് പറയുമായിരിക്കുമെന്ന്. അതിന് പകരം എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനും പറ്റില്ല, നിന്നോടൊരു റിലേഷൻ പോലും വെക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോഴേ ആ ഒരു അർത്ഥം എന്താണെന്ന് പോലും ജാസ്മിൻ മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ്. എന്ത് കഷ്ടമാണ് ഒരു ലൈഫ് നശിപ്പിക്കുക. 3 മാസത്തെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് നശിപ്പിച്ചുകൊണ്ടിരിക്കുക സത്യം പറഞ്ഞ ജാസ്മിൻ. ഇത്രയൊക്കെ ആളുകൾ വന്ന് പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഗബ്രിയുടെ കയ്യിൽ നിന്നുള്ള മറുപടി കേട്ട് എന്നിട്ട് മനസ്സിലാക്കി ഗെയിം കളിച്ചില്ലെങ്കിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ പറയാൻ മാത്രമേ പറ്റൂ. നമുക്ക് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് ജാസ്മിൻ. ജാസ്മിൻ നെഗറ്റീവായാലും പോസിറ്റീവായാലും നന്നായിട്ട് ആ വീട്ടിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ ഉണ്ടാകണമെന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. കാരണം ഗെയിം കളിക്കാത്ത എത്രയോ പേര് ആ വീട്ടിലുണ്ട്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷേ കളിക്കുന്നത് നെഗറ്റീവ് ഗെയിമാണ്. അതൊന്ന് മാറ്റി പിടിക്കാൻ പോലും ശ്രമിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഗബ്രി ഇത്രയും ഓപ്പൺ അപ്പായിട്ട് ഇനി പുറത്തെന്തായാലും നെഗറ്റീവ് ആണല്ലോ, ഇനി എന്തായാലും പ്രശ്നമില്ല. മാത്രമല്ല നമ്മുടെ ഗബ്രി പറഞ്ഞിട്ടുമുണ്ട് പുറത്ത് ഒരുപാട് പ്രാവശ്യം ഇതുപോലെ പെൺകുട്ടികളായിട്ടൊക്കെ ഉള്ള ആ ഫ്രണ്ട്ഷിപ്പ് ബാഡ് കമൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് പ്രശ്നമേ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗബ്രിക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല. ഗബ്രിക്ക് പുറത്ത് പോയാലും അടുത്ത ലൈഫിൽ ഗബ്രി സെറ്റാവും, അത് ഉറപ്പാണ്. പക്ഷേ ജാസ്മിൻ്റെ ലൈഫിൻ്റെ കാര്യം നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.